ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരേപോലെ ഭയപ്പെടുന്ന ഒരേയൊരു സത്യം: മരണം. പക്ഷേ ആ മരണം ഒരിക്കലും നിങ്ങളെ തേടി വന്നില്ലെങ്കിലോ? ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളുടെ കൺമുന്നിൽ മരിച്ചു വീഴുന്നു. കാലഘട്ടങ്ങൾ മാറുന്നു, സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുന്നു. എന്നിട്ടും നിങ്ങൾക്ക് മരിക്കാൻ കഴിയുന്നില്ല. മരണമില്ലാത്ത ആ അവസ്ഥ അതൊരു അനുഗ്രഹമാണോ അതോ അതിഭയാനകമായ ഒരു ശാപമാണോ? ഹൈന്ദവ പുരാണങ്ങളിൽ മരണമില്ലാത്ത 7 വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. കാലങ്ങളെ അതിജീവിച്ചവർ, ചിരഞ്ജീവികൾ. അവർ ദൈവങ്ങളല്ല, നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ചവർ. ചിലർക്ക് ഈ അമരത്വം ഒരു വരമായി കിട്ടി, എന്നാൽ മറ്റു ചിലർക്ക് അതൊരു കൊടിയ ശാപമായിരുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യമെന്താണെന്നോ? ഈ നിമിഷം, നമ്മൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം പോലും അവർ ഈ ഭൂമിയിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. കലിയുഗത്തിന്റെ അവസാനം വരെ അവർക്ക് ഈ ഭൂമിയിൽ തുടർന്നേ മതിയാകൂ. എന്തിനു വേണ്ടി? ആരെ കാത്തിരിക്കുകയാണവർ? വിശ്വമിത്തോളജി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അന്വേഷിച്ചു പോകുന്നത് ഒരിക്കലും മരിക്കാത്ത ആ 7 പേരുടെ രഹസ്യങ്ങളിലേക്കാണ്. ഇതിലേറ്റവും ഭയാനകമായ കഥ അശ്വത്ഥാമാവിൻ്റെതാണ്. മഹാഭാരത യുദ്ധത്തിന്റെ അവസാന രാത്രി ഉറങ്ങിക്കിടന്ന പാണ്ഡവപുത്രന്മാരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആ നിമിഷം, അതായിരുന്നു എല്ലാം മാറ്റിയത്. കുറ്റബോധം പോലുമില്ലാത്ത ആ പ്രവൃത്തിയെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ പോലും വെറുത്തു. കൃഷ്ണന്റെ കോപം ഒരു കൊടിയ ശാപമായി അശ്വത്ഥാമാവിന്മേൽ പതിച്ചു. അവന്റെ നെറ്റിയിലുണ്ടായിരുന്ന ദിവ്യരത്നം പറിച്ചെടുത്തു. പകരം ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് അവിടെ ബാക്കിയായി. അന്നുമുതൽ ഇന്നുവരെ 3000-ലധികം വർഷങ്ങളായി ശരീരമാകെ വ്രണങ്ങളുമായി മരണത്തിനായി അവൻ കാത്തിരിക്കുകയാണ്. എന്നാൽ മരണം അവനെ തൊടില്ല. രക്തവും ചലവുമൊലിക്കുന്ന ആ മുറിവുമായി ഇന്നും ഘോരവനങ്ങളിലൂടെ അവൻ അലഞ്ഞു തിരിയുന്നുണ്ടെന്നാണ് വിശ്വാസം. നർമ്മദാ നദിയുടെ തീരങ്ങളിലും ഹിമാലയൻ കാടുകളിലും രാത്രികാലങ്ങളിൽ അസാമാന്യ ഉയരമുള്ള ഒരു രൂപം എണ്ണ ചോദിച്ചു വരാറുണ്ടത്രേ. നെറ്റിയിലെ നീറുന്ന മുറിവിന് ഒരൽപ്പം ആശ്വാസം കിട്ടാൻ എണ്ണ യാചിക്കുന്നവൻ. മരണം പോലും വെറുത്ത ശാപഗ്രസ്തനായ ഒരു ചിരഞ്ജീവി, അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിന്റെ കഥ ഒരു ശാപമായിരുന്നെങ്കിൽ, ഇനി നമ്മൾ പറയാൻ പോകുന്ന 2 പേർ നമ്മുടെ ഈ നാടിന്റെ ചരിത്രവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണ്. ഒന്നാമൻ സാക്ഷാൽ പരശുരാമൻ. അധർമ്മികളായ ഭരണാധികാരികളെ 21 വട്ടം ഇല്ലാതാക്കിയ ആ ഉഗ്രഗോപി തന്റെ ചോര പുരണ്ട മഴു എറിഞ്ഞ് കടലിൽ നിന്നും കേരളത്തെ ഉയർത്തിയെടുത്തുവെന്നാണ് വിശ്വാസം. ഭാർഗവക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ നാടിന്റെ സ്രഷ്ടാവ്, ആയുധം താഴെവെച്ച ആ മഹാമുനി ഇന്നും മഹേന്ദ്രഗിരി പർവ്വതങ്ങളിൽ തപസ്സനുഷ്ഠിക്കുന്നുണ്ടെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ലോകത്ത് അധർമ്മം പെരുകുമ്പോൾ അദ്ദേഹം വീണ്ടുമുണരും. അടുത്ത ചിരഞ്ജീവി മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അസുര ചക്രവർത്തിയായ മഹാബലി. മഹാബലിയുടെ അമരത്വം ഒരു ശാപമായിരുന്നില്ല, അതൊരംഗീകാരമായിരുന്നു. തന്റെ പ്രജകൾക്കു വേണ്ടി സർവസ്വവും ത്യജിക്കാൻ തയ്യാറായ ആ മഹാമനസ്കതയ്ക്കുള്ള അംഗീകാരം. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വാമനാവതാരം അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കഥ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതേസമയം ചിരഞ്ജീവിയാകാനുള്ള വരവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പാതാളലോകം ഭരിക്കുന്ന അദ്ദേഹം ആണ്ടിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ വരുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. മാത്രമല്ല, വരും കാലത്ത് അടുത്ത മന്വന്തരത്തിൽ സാക്ഷാൽ ദേവേന്ദ്രന്റെ സിംഹാസനം അലങ്കരിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, മരണമില്ലാത്ത നമ്മുടെ ഈ മാവേലി തമ്പുരാനാണ്. ശാപങ്ങൾക്കും കടമകൾക്കുമപ്പുറം തികഞ്ഞ ഭക്തി കൊണ്ടും ധർമ്മം കൊണ്ടും അമരത്വം നേടിയ 2 പേരുണ്ട്. ഒന്നാമൻ ശ്രീരാമന്റെ പരമഭക്തനായ ഹനുമാൻ സ്വാമി. അവതാരലക്ഷ്യം പൂർത്തിയാക്കി ശ്രീരാമൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങിയപ്പോൾ അദ്ദേഹത്തിനൊപ്പം പോകാൻ ഹനുമാൻ തയ്യാറായില്ല. പകരം അദ്ദേഹം ഒരു വരം ചോദിച്ചു. ഈ ഭൂമിയിൽ എത്ര കാലം രാമനാമം മുഴങ്ങുന്നുവോ അത്രയും കാലം ഈ ഭൂമിയിൽ തന്നെ തുടരണം. അതുകൊണ്ടുതന്നെ എവിടെ രാമായണം പാരായണം ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഹനുമാന്റെ അദൃശ്യ സാന്നിധ്യം ഇന്നുമുണ്ടെന്നാണ് വിശ്വാസം. അടുത്ത ചിരഞ്ജീവി രാവണന്റെ സഹോദരനായ വിഭീഷണനാണ്. സ്വന്തം ജ്യേഷ്ഠനായ രാവണനെ ഉപേക്ഷിച്ച് ധർമ്മത്തിന്റെ പക്ഷത്തേക്ക് പോകുക എന്നത് അദ്ദേഹത്തിന് ഒട്ടും എളുപ്പമായിരുന്നില്ല. എന്നാൽ രാമരാവണ യുദ്ധത്തിൽ ശത്രുക്കളുടെ പല തന്ത്രങ്ങളും മുൻകൂട്ടി കണ്ട്
ശ്രീരാമന് നിർണായകമായ പല രഹസ്യങ്ങളും ഉപദേശിച്ചു കൊടുത്തത് വിഭീഷണനായിരുന്നു. യുദ്ധാനന്തരം ധർമ്മത്തിലൂന്നി ലങ്കയെ എക്കാലവും നയിക്കാൻ അദ്ദേഹത്തെ ലങ്കയുടെ രാജാവായി വാഴിച്ചു. ഒപ്പം ചിരഞ്ജീവിയാകാനുള്ള അനുഗ്രഹവും നൽകി. ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ടുപേർ രാജാക്കന്മാരോ പോരാളികളോ അല്ല. അവർ ഈ പ്രപഞ്ചത്തിലെ അറിവിന്റെ കാവൽക്കാരാണ്. ഒന്നാമൻ സാക്ഷാൽ വേദവ്യാസൻ, മഹാഭാരതമെന്ന ഇതിഹാസം രചിച്ച മഹാമുനി. മനുഷ്യരുള്ള കാലത്തോളം അദ്ദേഹം പകർന്നു നൽകിയ അറിവുകൾ ഈ ഭൂമിയിൽ നിലനിൽക്കും. താൻ നേരിൽ കണ്ടതും അനുഭവിച്ചതുമായ ആ വലിയ ചരിത്രം വരും തലമുറകൾക്ക് പകർന്നു നൽകാൻ ഒരു വഴികാട്ടിയായി അദ്ദേഹം ഇന്നും എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. അടുത്തത് കൃപാചാര്യർ. മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്തു നിന്ന് പോരാടിയ വിരലിലെണ്ണാവുന്ന അതിജീവിതരിൽ ഒരാൾ. ഭീഷ്മരും ദ്രോണരും ഉൾപ്പെടെയുള്ള മഹാന്മാരായ യോദ്ധാക്കൾ വീണടിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം മാത്രം ആ യുദ്ധത്തിൽ മരിക്കാതിരുന്നത്? കാരണം യുദ്ധത്തിന്റെ കൊടും ക്രൂരതകൾക്കിടയിലും ഒരു ഗുരുവെന്ന നിലയിൽ തന്റെ ധർമ്മത്തിൽ നിന്നും നീതിയിൽ നിന്നും അദ്ദേഹം ഒരിഞ്ച് പോലും വ്യതിചലിച്ചില്ല. വരും കാലത്തെ ഭരണാധികാരികളെയും യോദ്ധാക്കളെയും യഥാർത്ഥ ധർമ്മം പഠിപ്പിക്കാൻ ഈ ആചാര്യൻ ഇന്നും എവിടെയോ കാത്തിരിക്കുന്നുണ്ട്. അശ്വത്ഥാമാവ്, മഹാബലി, വ്യാസൻ, ഹനുമാൻ, വിഭീഷണൻ, കൃപാചാര്യർ, പരശുരാമൻ. ഈ 7 പേരും വെറുതെ ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുകയല്ല. അവർക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. കാലം അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ, കലിയുഗത്തിൽ അധർമ്മം അതിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ, മഹാവിഷ്ണുവിന്റെ 10ാമത്തെയും അവസാനത്തെയും അവതാരം കൽക്കി അവതരിക്കും. വെളുത്ത കുതിരപ്പുറത്ത് ജ്വലിക്കുന്ന വാളുമായി കൽക്കി ഭഗവാൻ വരുമ്പോൾ ഈ 7 ചിരഞ്ജീവികളും തങ്ങളുടെ ഒളിത്താവളങ്ങളിൽ നിന്നും പുറത്തുവരും. ലോകത്തിലെ മുഴുവൻ തിന്മകൾക്കുമെതിരെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ കൽക്കി ഭഗവാനൊപ്പം പോരാടാൻ അവർ അണിനിരക്കും. ആ മഹായുദ്ധം ഈ ലോകത്തിന്റെ അവസാനമായിരിക്കില്ല, മറിച്ച് പുതിയൊരു യുഗത്തിന്റെ, സത്യയുഗത്തിന്റെ തുടക്കമായിരിക്കും. അതുവരെ ലോകത്തിന്റെ കണ്ണുകളിൽ നിന്നും മറഞ്ഞ് അവർ നമുക്കിടയിൽ തന്നെ കാണും. ഒരുപക്ഷേ നാളെ എവിടെയെങ്കിലും വച്ച് അവരിലൊരാളെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം, നിങ്ങൾ പോലും അറിയാതെ.